അപ്പൊ നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തണ പോലെ തന്നെ കണ്ട. നമ്മുടെ 4 എണ്ണമാണ് നമ്മൾ ഉണ്ടാക്കിയിരുന്നത്. 4ാമത്തെയാണ് നമ്മുടെ സ്മിത. അപ്പൊ നമ്മുടെ പാചകത്തിലേക്ക് പോയാലോ? ആയോട്ടാ. ഇന്ന് നമ്മളുണ്ടല്ലോ എഗ് ചപ്പാത്തി റോളായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് വേണ്ടി ഞാൻ 2 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പും പൊടിയൊക്കെ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് കൊടുത്തോളൂ. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിലുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ചെടുത്തോളൂ കേട്ടോ. ഇതേപോലെ കുഴച്ച് വരുമ്പോൾ നമ്മളുണ്ടല്ലോ ഇതിലേക്ക് 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കുക. ആവശ്യം വരാണെങ്കിൽ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്ത് തന്നെ കുഴച്ചെടുത്തോട്ടെ. ഇതേപോലെ കുഴച്ച് നമ്മുടെ മാവുണ്ടല്ലോ ഒരു 20 മിനിറ്റ് ഇരിക്കട്ടെ. മൂടി വയ്ക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ഇതാ 20 മിനിറ്റ് കഴിഞ്ഞോട്ടെ. നമുക്കുണ്ടല്ലോ നമ്മുടെ ഈ മാവിനെ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. ഒപ്പം നമ്മുടെ കയ്യിൽ വെച്ചിട്ടുണ്ടല്ലോ ഓരോ ബോളുകളാക്കേണ്ട രീതിയിൽ നമ്മളിങ്ങനെ ആക്കിയെടുത്തോളൂ. ഇതേപോലെ ഓരോ ബോളുകളാക്കി എടുത്തോളൂ കേട്ടോ. ഞാൻ നമ്മുടെ മാവിനത് 4 ചപ്പാത്തി ഉണ്ടാക്കാവുന്ന രീതിയിലായിട്ട് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഉണ്ടല്ലോ നമുക്കിത് പരത്തി ചപ്പാത്തി ആയിട്ട് ചുട്ടെടുക്കാം. അപ്പം നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തണ പോലെ തന്നെ പൊടിയിൽ മാവൊന്ന് അമർത്തി കൊടുത്ത് നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാം കേട്ടോ. ആവശ്യം വരാണെങ്കിൽ നമുക്ക് പൊടിയൊക്കെ ഒന്ന് തൂളി കൊടുക്കാം. റൗണ്ടിൽ നമുക്ക് ചപ്പാത്തിനെ പരത്തി ഇങ്ങോട്ട് നീക്കിയിടാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് എല്ലാതും പരത്തിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചപ്പാത്തി പരത്തി കഴിഞ്ഞു. ഇനി നമ്മൾ തീ തട്ടിച്ച് നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാൻ വേണ്ടി പാത്രം അടുപ്പുമ്മ കയറ്റിയിട്ടാണ്. ഈ പാത്രം ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. അപ്പം നമ്മുടെ പാത്രം നന്നായി ചൂടായിട്ടുണ്ട്. നമ്മളതിൽ ചെറുതായിട്ടൊന്ന് നെയ്യ് പുരട്ടി കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കാം. ചപ്പാത്തി ഇട്ട് ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് വീണ്ടും മുകളിൽ ചെറുതായിട്ട് ഒന്ന് നെയ്യ് പുരട്ടി കൊടുക്കാം കേട്ടോ. നമ്മുടെ ഈ ആയിട്ട് ഒന്ന് പൊന്തി ഇങ്ങനെ വരുമ്പോൾ നമുക്കിത് ചപ്പാത്തിനൊന്ന് മറിച്ചിടാം. അപ്പോൾ ഇതേപോലെ നമ്മൾ ചപ്പാത്തി ഓരോന്നും ചുട്ടെടുക്കാം കേട്ടോ. ചപ്പാത്തി ചുടുമ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് തിരിച്ചു മറിച്ചും ഇട്ട് കൊടുത്തിങ്ങനെ അമർത്തി കൊടുത്തോളൂ. അപ്പോൾ ഇതാ നമ്മുടെ ലാസ്റ്റ് ചപ്പാത്തി ചുട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള സലാഡിനുള്ള സാധനങ്ങൾ റെഡിയാക്കാം. നമ്മളുണ്ടല്ലോ സലാഡിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഒരു കഷ്ണം ക്യാബേജ്, ക്യാപ്സിക്കത്തിൻ്റെ ഒരു പകുതി, 2 ക്യാരറ്റ്, 3 ചെറിയ സബോളയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതെല്ലാം നമുക്ക് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ക്യാരറ്റ് നമ്മൾ കട്ട് ചെയ്യുക ദേ ഇങ്ങനെയായിട്ട് നീളത്തിലായിട്ടാണ് അരിയണേ. കനം കുറച്ച് ഇങ്ങനെ മുറിച്ചിട്ട് ഈ സൈഡ് ഇങ്ങനെ ചെറുതാക്കിയിട്ട് നീളത്തിലാണ് ഇതേപോലെ നൈസായിട്ട് തന്നെ നമ്മൾ മുറിച്ചെടുക്കണം കേട്ടോ. കാബേജ് ഇതേപോലെ നല്ല കനം കുറച്ച് തന്നെ അരിഞ്ഞെടുത്തോളൂ കേട്ടോ. ക്യാപ്സിക്കം ഉണ്ടല്ലോ നമ്മളിങ്ങനെയായിട്ട് അരിയണ്ടേ. ഈ ഒരു വണ്ണത്തിൽ കേട്ടോ, തടിയിൽ നമ്മൾ കനം കുറച്ച് തന്നെ ഇങ്ങനെ അരിഞ്ഞെടുക്കും കേട്ടോ. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കഴുകി നമ്മൾ കൊണ്ടുവന്നുണ്ട് കേട്ടോ. ഇനി നമ്മളുണ്ടല്ലോ ആ തീ കത്തിച്ച് നമ്മുടെ ഈ പാൻ അടുപ്പുമ്മ കയറ്റിയിട്ടുണ്ട്. ഈ പാൻ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇതേ നമ്മൾ ഒരു 1/2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതിലേക്കുണ്ടല്ലോ നമ്മൾ സബോള ഇട്ട് കൊടുക്കണം.
ഒപ്പം നമ്മൾ ക്യാപ്സിക്കം, ഇത് എല്ലാം അതും ഒന്ന് വാടേ വേണ്ട കേട്ടോ. നമ്മളിതാ കാബേജ്, ക്യാരറ്റ് കേട്ടോ. നന്നായി വേവിച്ചെടുക്കണ്ട. കണ്ട നമ്മളിങ്ങനെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. കണ്ട നമ്മുടെ വെജിറ്റബിൾസിൻ്റെ കളറുകൾക്ക് ഒന്നൊരു മാറ്റം വന്നിട്ടില്ല. എന്നാൽ ചെറുതായിട്ടൊന്ന് പാകമായിട്ടുണ്ട്. ഇനി നമ്മൾ തീ ഓഫ് ചെയ്തു കേട്ടോ. ഇനി ഇതിലേക്കുണ്ടല്ലോ ഒരു 3 കൂട്ടം കൂടി നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാ 1 ടീസ്പൂണ് ചെറുനാരങ്ങ അത് ഒഴിച്ച് കൊടുക്കണം. പിന്നെ ഇതാ കുഞ്ഞൊരു ടീസ്പൂണാണ്, അതുകൊണ്ട് ഇത് 1/2 ടീസ്പൂണ് പഞ്ചസാര അതിട്ട് കൊടുക്കണം. പിന്നെ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ അതും ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കി എല്ലായിടത്തേക്കും നമ്മുടെ ഈ പൊടികളും, അതായത് നമ്മുടെ പഞ്ചസാരയും കുരുമുളകൊക്കെ ഉണ്ടല്ലോ, ചെറുനാരങ്ങ നീരൊക്കെ, അതെല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അയ്യോ, ഉപ്പും പൊടി ഇടാണ്ടിട്ടാ നമ്മളത് മറന്നു. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും പൊടി ഇടണം. ഇനി ആദ്യം അത് ഇട്ട് കൊടുക്കണം. ഇത് നമുക്കിതൊന്നും കൂടി നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് 4 കൂട്ടം സാധനങ്ങളായിട്ട് ഇടേണ്ടത്. നമ്മൾ മുന്നേ 3 കൂട്ടം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. നമ്മളുണ്ടല്ലോ ഇത് 5 മുട്ട എടുത്തിട്ടുണ്ട്. അത് ഉടച്ചതിലേക്ക് ഒഴിക്കും. ഈ മുട്ടയിൽ നമുക്ക് ആവശ്യത്തിന് കുറച്ചധികം ഉപ്പും പൊടി ഇട്ട് കൊടുക്കണം. നമുക്ക് നന്നായിട്ട് ഇളക്കാം. ഇതേ രീതിയിലായിട്ട് നമ്മൾ മുട്ടേനെ ആക്കി എടുക്കേണ്ടത്. അപ്പോൾ നമുക്കുണ്ടല്ലോ ഇനി തീ കത്തിച്ച് നമുക്ക് നമ്മുടെ പാൻ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഈ പാൻ ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ കേട്ടോ. നമ്മുടെ പാൻ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇതേ നമ്മളിത് ഒരു തുണ്ട് വെളിച്ചെണ്ണ കേട്ടോ, കണ്ട ഒരു 1/2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് ഇപ്പം നമ്മൾ 4 ചപ്പാത്തിയാണ്. അപ്പോൾ ഈ മുട്ടയുടെ 4 ഭാഗമായിട്ട് ഒരു ഭാഗം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ചപ്പാത്തി മുകളിലേക്ക് വെക്കും കേട്ടോ. കണ്ട നമ്മുടെ ചപ്പാത്തിയുടെ എല്ലാ വശത്തും മുട്ടയായിട്ടുണ്ട്. ആ രീതിയിലായിട്ട് നമ്മളിത് ഉണ്ടാക്കിയെടുക്കണ്ടേ. ഇനി ഉണ്ടല്ലോ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ 1 ടീസ്പൂണ് മയോനൈസ് വെച്ച് കൊടുക്കും. പിന്നെ ഉണ്ടല്ലോ 1 ടീസ്പൂണ് ടൊമാറ്റോ സോസ് കേട്ടോ. ഇതുണ്ടല്ലോ ഈ ചപ്പാത്തിയുടെ എല്ലാ ഭാഗത്തേക്കും ആവേണ്ട രീതിയിൽ തന്നെ നമ്മളിങ്ങനെ പരത്തി കൊടുത്തോളൂ. ഇനി നമുക്കുണ്ടല്ലോ ഇതിലേക്ക് വെജിറ്റബിൾസ് വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മളുണ്ടല്ലോ ഈ വെജിറ്റബിൾസ് വയ്ക്കുമ്പോഴേ നീളത്തിൽ തന്നെ വെച്ചോളൂ. കാരണം നമുക്കിതിങ്ങനെ ചുരുട്ടിയെടുക്കേണ്ടതാണ്. ആ രീതിയിൽ ഇത് നമുക്ക് നന്നായിട്ട് കനം കുറച്ച് ചുരുട്ടാം. ഇനി നമുക്കിതിൻ്റെ മുകളിലൊരു പേപ്പർ കൊണ്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. കണ്ട നമ്മുടെ ചപ്പാത്തി റോള് റെഡിയായി. നമുക്ക് ബാക്കി എല്ലാതും ഇങ്ങനെ തന്നെ ആക്കിയെടുക്കാം കേട്ടോ. നമ്മുടെ 3ാമത്തെ അപ്പോൾ ദാ നമ്മുടെ ലാസ്റ്റത്തെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. 4 എണ്ണമാണ് നമ്മൾ ഉണ്ടാക്കിയിരുന്നത്. 4ാമത്തെയാണ് നമ്മുടേത്. അപ്പം നമ്മുടെ 4ാമത്തെ ചപ്പാത്തി റോളും റെഡി ആയിട്ടാ. അപ്പം ഇതാ നമ്മുടെ 4 എഗ് റോളും ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടാ. ഇനി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ചേട്ടനെ വിളിക്കട്ടെ. ആ കാണുമ്പോഴോ ചേട്ടനെ ഇപ്പോൾ തുടങ്ങുമോ?
അപ്പൊ നമ്മുടെ കൺമണി സ്കൂൾ വിട്ട് വന്ന ടൈമാണ്. അപ്പൊ കൺമണിനും കിട്ടി. കൺമണിക്കാണെങ്കിൽ ഇത് ഇഷ്ടായിട്ടായി റോള്. ഇതാണ് എടുക്കണ്ടേ. പറഞ്ഞേ ഒരു കടി അച്ചാച്ചിന് കൊടുത്തോ. അടിപൊളി പിള്ളേർക്ക് ഇഷ്ടമായി. അപ്പൊ കൺമണി ബൈ പറഞ്ഞേ. അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട്